ഹലോ ഗൈസ്, നിങ്ങൾ കാണുന്ന എൻ്റെ സ്വന്തം നയലാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ബലേനോടെ ഒരു നൈറ്റ് ഡ്രൈവ് റിവ്യൂ ചെയ്യാം. അപ്പോൾ ബലേനോ ആൽഫയുടെ എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും ഫസ്റ്റ് ഫീച്ചർ ഇത് ഈ കാണുന്നതാണ്. വണ്ടി അൺലോക്ക് ചെയ്താൽ ഹെഡ്ലൈറ്റ് ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കും. ഫോളോ മീ ഹോം ഫീച്ചർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു രാത്രിയിലൊക്കെ വണ്ടികൾ കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ വണ്ടി ഏതാണെന്ന് അറിയാൻ ഇത് സഹായിക്കും. അതായത് നമ്മുടെ വണ്ടി വീട്ടിൽ നിന്ന് വണ്ടി വഴിയിലേക്ക് ഇറക്കിയിട്ടിരിക്കുകയാണ്. വണ്ടി അൺലോക്ക് ആയിട്ടുണ്ട്. ഡോർ തുറക്കാം. അപ്പം നമ്മുടെ ഫുട്ടിൻ്റെ അവിടെ ചെറിയ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മളായിരുന്നു പൊടിയുടെ ഓർക്കിന് കൃത്യമായിട്ട് കാണിക്കും, തുറന്നിരിക്കുന്നത് കൃത്യമായിട്ട് കാണിക്കും. പുഷ് സ്റ്റാർട്ട് സ്വിച്ച്, ഇത് പുഷ് ബട്ടൺ സ്റ്റാർട്ടുള്ള വണ്ടിയാണ്. ഓഫ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് തിരക്കാണ് ഗൈസ്, അല്ല മടുത്ത് ഗൈസ്. സ്റ്റാർട്ടാക്കുമ്പോൾ ഇത് ഇങ്ങനെ നമ്മുടെ ക്ലസ്റ്റർ ഇങ്ങനെ തെളിഞ്ഞ് വരും. മിറർ ഇത് ഓപ്പണായി. സുസുക്കിയുടെ എംബ്ലം ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നു. എ സി ഓഫാണ്. എ സി നമുക്ക് ഓട്ടോമാറ്റിക്കാണ്, ഓണാക്കിയേക്കാം. എ സി ഓണായി. 360 ക്യാമറ ഇത് ഇങ്ങനെ ചുറ്റിനും കാണിക്കും എന്തൊക്കെയുണ്ടെന്ന്. നൈറ്റിൽ നമുക്ക് അത്യാവശ്യം കൊള്ളാത്തൊരു വ്യൂ ഉണ്ട്. പക്ഷേ കുറച്ച് വെട്ടമുണ്ട്. നമുക്ക് ഇരുട്ടുള്ള സ്ഥലത്ത് ഇവിടെ അടുത്ത ദിവസം റിവ്യൂ ചെയ്യാം. ഇങ്ങനെ വണ്ടി കിടക്കുന്ന കാണിക്കുക എങ്ങനെയാണ് കൃത്യമായിട്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ വണ്ടിയായിട്ട് മുമ്പോട്ട് പോവുകയാണ്. മാനുവലായതുകൊണ്ട് ഗിയർ ഇടത്തൊക്കെ കൊണ്ട് മാറണം. നിങ്ങളെ കാണുന്നതാണ് ഞാൻ കാണുന്ന ഡാഷ്ബോർഡിൻ്റെ വ്യൂ. അത്യാവശ്യം നല്ല ത്രോയുള്ള ഹെഡ്ലൈറ്റാണ്. ഇതിപ്പം ബ്രൈറ്റാണ് കിടക്കുന്നത്. വഴിയിലേക്ക് എത്തിയാലും അറിയാൻ പറ്റില്ല അതിൻ്റെ കാര്യങ്ങൾ. 360 ക്യാമറ നമുക്ക് അടുത്ത ദിവസം വിശദമായിട്ട് അതിൻ്റെ നൈറ്റ് വ്യൂ സംഭവങ്ങളൊക്കെ റിവ്യൂ ചെയ്ത് കാണാം. ഇപ്പം ജസ്റ്റ് ഒരു നൈറ്റ് ഡ്രൈവ് റിവ്യൂ. നമുക്കൊരു മെയിൻ സാധനമുണ്ട്, അതിൻ്റെ കാര്യം ഞാൻ വിട്ടുപോയി. വണ്ടി ഒന്ന് നിർത്തിയിട്ട് ഈ കാണുന്ന HUD ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ സാധനം മുങ്ങി വരും. ഈ വണ്ടിയിലെ എനിക്ക് ഏറ്റവും യൂസ്ഫുള്ളായ ഫീച്ചർ ഈ കാണുന്നതാണ്. നിങ്ങൾ കാണണമെന്ന് കരുതുന്നു. ഹെഡ് അപ്പ് ഡിസ്പ്ലേ എന്ന് പറയും. ലോ ഫ്യൂൽ അലേർട്ട്, സുസുക്കി കണ്ടി നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അയ്യോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഇതാണ് ഹെഡ് അപ്പ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ സാധനം, അല്ല ഇതിൻ്റെ മെയിൻ ഫീച്ചർ. എന്നെ ആകർഷിച്ച ഫീച്ചർ ഇതിന് നമുക്കിത് ഇങ്ങനെ ഇതിൻ്റെ ബ്രൈറ്റ്നെസ് ഒക്കെ ഇങ്ങനെ 10 വരെ ഉണ്ട്. കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. ബ്രൈറ്റ്നെസ് കൂടിയുണ്ട്, എനിക്ക് ക്യാമറയ്ക്ക് കാണാൻ പറ്റാതെ. സോ നിങ്ങളും ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടം പോലെ. പിന്നെ അതിനകത്ത് നമുക്കിതിൻ്റെ പൊസിഷനിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്യാമറയ്ക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് കാണണമെങ്കിൽ ഈ പൊസിഷനിൽ നിൽക്കണം. അതാണ് എനിക്ക് കറക്റ്റ് വ്യൂ കിട്ടുന്നത്. ക്യാമറയ്ക്കും കൃത്യമായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്കത് ഇങ്ങനെ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അത് കഴിഞ്ഞു. ഇതേ കുറച്ച് മോഡ്സൊക്കെ ഉണ്ട്. ഇവിടെ സ്പീഡും RPM കാണിക്കും, സ്പീഡ് ടൈം മാത്രം കാണിക്കും. ഇവിടെ മൈലേജാണ് കാണിക്കുന്നത്, ടൈമും. ഇങ്ങനെ ഈ 3 മോഡാണുള്ളത്. നമ്മളിപ്പം നമ്മുടെ ഇതിൽ AC കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ AC കുറച്ചു എന്ന് പറഞ്ഞ് കാണിക്കും. ഓട്ടോമാറ്റിക് AC കൂട്ടിക്കഴിഞ്ഞാൽ AC കൂട്ടി എന്ന് പറഞ്ഞ് കാണിക്കും. പുറകെ വണ്ടിയുണ്ട്, നമുക്ക് മുമ്പോട്ട് എടുത്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഹെഡ് അപ്പ് ഡിസ്പ്ലേ. നമുക്ക് കിടങ്ങൂർക്ക് പോയി നോക്കാം. ഞാൻ പാട്ടൊന്നും നിങ്ങളെ കേൾപ്പിക്കുന്നില്ല, എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് അടിക്കും. ഇതാണ് വണ്ടിയുടെ ഡാഷ്ബോർഡിൻ്റെ ലുക്ക് ആൻഡ് ഫീല്. നിങ്ങൾ ഹെഡ് അപ്പ് ഡിസ്പ്ലേ കാണുന്നില്ലേ? ഏറ്റവും യൂസ്ഫുൾ ഫീച്ചറാണ്. ഞാൻ നോക്കിയാൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കാണിക്കുന്ന മൈലേജിൻ്റെ ലൈവ് ആയിട്ട് ഇതാണ്. എനിക്ക് വേണ്ടത് ഈ RPM-ഉം സ്പീഡുമാണ്. അപ്പോൾ നമ്മുടെ സെറ്റ് കൺസോളൊക്കെ ഭയങ്കര യൂസർ ഫ്രണ്ട്ലിയാണ്. ഒരു രസമുണ്ട് കാണാൻ, സ്റ്റാൻഡേർഡ് ആണെന്ന് പറയാം കേട്ടോ. പിന്നെ നമ്മുടെ സ്റ്റിയറിംഗ് വീല്, ഇത് ക്ലൈമറ്റ് കൺട്രോൾ യൂണിറ്റ്. ഇത്രയും മാത്രം നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നത്തെ യൂസ്ഫുൾ ഫീച്ചർ ഈ കാണുന്ന ഓട്ടോ ഡിമ്മിങ് മിറേഴ്സ് ആട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, എനിക്ക് അറിയത്തില്ല. എന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് അപ്പോൾ അതിനകത്തൊരു ചെറിയ ബ്ലൂ ഷെയ്ഡാണ് കാണുന്നത്. പുറകെ കൊണ്ടൊരു വെട്ടം കണ്ണിലെ കൊണ്ട് ഡിസ്റ്റർബ് അടിക്കുന്നില്ല. ബൈക്കാരൊക്കെ ചവിട്ടി പിടിച്ച് കയറി പോവാണ്.
നമുക്ക് വേണമെങ്കിൽ പോകാം, പക്ഷെ നമ്മൾ പോകുന്നില്ല. ഇതെങ്ങനെയാണ് രാത്രിയിൽ നമ്മൾ ഡാഷ്ബോർഡ് കൺസോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സെറ്റാണ്. ഇവിടെ 360 ക്യാമറയൊക്കെ വരും, പക്ഷേ അത് സ്പീഡ് 10 കിലോമീറ്ററിൽ കുറഞ്ഞാലേ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഓട്ടോ ഡിമ്മിങ് IRVM, ഞാൻ പറഞ്ഞാൽ പുറകെ വണ്ടിയൊന്നുമില്ല, അതുകൊണ്ട് അതിൻ്റെ കളറ് മാറുന്നില്ല. പക്ഷേ ഈ ക്യാമറ കാണുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. മൊത്തത്തിൽ നിങ്ങൾ ഭയങ്കര സൈലൻ്റാണ് വണ്ടിയുടെ അകം. സ്മൂത്തായിട്ട് ഇങ്ങനെ ഒഴുകി പോകുന്ന ഫീലാണ്. എനിക്കതുകൊണ്ട് ഈ വണ്ടിയിൽ കൂടുതൽ മോഡിഫിക്കേഷനോ അലോയോ ഒന്നും ചെയ്യാനൊട്ടും താല്പര്യമില്ല. എന്തായാലും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കംഫർട്ട് അങ്ങ് പോകും. പിന്നെ ക്രൂസ് കൺട്രോൾ ഞാൻ നോക്കിയില്ല. അത് ഒരു ലോങ് ഡ്രൈവ് പോകുന്നുണ്ട്. ക്രൂസ് കൺട്രോൾ നമുക്ക് അപ്പം ചെക്ക് ചെയ്യാം എങ്ങനെയുണ്ടെന്ന്. ഹെഡ് അപ്പ് ഡിസ്പ്ലേ നമുക്ക് അടിപൊളിയായിട്ട് ഇതെല്ലാം ഫീച്ചേഴ്സും കാണുന്നുണ്ട്. ഞാൻ നോക്കി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല രസമാണ് ഗൈസ്. നിങ്ങൾക്ക് ഈ വണ്ടി അതിൽ ഓടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ. ഹെഡ്ലൈറ്റ് ഡിമ്മായി കൊടുക്കുക. ഓട്ടോ ഡിമ്മിങ് ഹെഡ്ലൈറ്റ് ഇല്ല. അതുപോലെ തന്നെ എനിക്ക് കുറവായിട്ട് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് കൊടുത്തിട്ടില്ല. പിന്നെ ഇവിടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടില്ല. ഈ വണ്ടിയുടെ യൂസർ റിവ്യൂ ആയിട്ട് ഇത് എനിക്ക് മിസ്സായപ്പോയ കാര്യങ്ങളും എനിക്ക് യൂസ്ഫുള്ളായ ഫീച്ചറൊക്കെ ഞാൻ ഫുള്ള് ചെയ്യുന്നതാണ് മറ്റൊരു വീഡിയോയിൽ. ഇപ്പോൾ ഒരു ചെറിയ വഴിയിലേക്ക് ഞാൻ ചുമ്മാ ഒന്ന് കയറി നോക്കി. ഡിമ്മിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് കാണുന്നൊരു വ്യൂ. നല്ല രസമുണ്ട്. ചെറുതായിട്ട് എൻജിനീയേഴ്സ് അകത്തേക്ക് വരുന്നുണ്ട്, പക്ഷെ മ്യൂസിക് ഇടുമ്പം കുഴപ്പമില്ല. സെറ്റ് അടിപൊളിയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റിച്ചയിലൊക്കെ JBLും വെച്ച് അടിപൊളി ബാസ് കേട്ട് കിടന്ന എന്നെ ഇപ്പോൾ ഈ വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞപ്പോൾ എനിക്കിഷ്ടം ലൈറ്റ് പാട്ടുകളും അതുപോലെ തന്നെ അധികം ബാസൊന്നുമില്ല, സ്മൂത്തായിട്ട് പോകുന്നതാണ് കാര്യം. അത്രയും ക്വാളിറ്റിയാണ് ഈ സെറ്റിനുള്ളത്. അപ്പോൾ നമുക്കിനി ഹെഡ്ലൈറ്റ് ത്രോ ചെയ്ത് നോക്കാം. ഇത്ര ഹെഡ്ലൈറ്റ് ത്രോ ഉണ്ട്. ചെറിയൊരു വെട്ടിത്താപ്പ്. ഇത് കിടങ്ങൂർ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിയാണ്. അത് നല്ല യാത്രാസുഖമാണ് ഈ വണ്ടി ഓടിക്കാൻ. ഇരുന്നിങ്ങനെ ഒഴുകി പോകുന്ന ഫീലാണ്. ഞാൻ പറഞ്ഞ പോലെ അലയോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ വണ്ടിയുടെ ഡ്രൈവിൻ്റെ ഫീലേ അങ്ങ് പോകും. അതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല, ഫുൾ ഓപ്ഷനാണ്. ഓൾറെഡി ഗ്ലാസ്സാണ്. ഞാനായിട്ടൊന്നും ചെയ്തത് കുളമാക്കുന്നില്ല ഗൈസ്. നിങ്ങൾക്ക് ഈ വണ്ടി മോഡിഫൈ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പറയുക. പിന്നെ ഈ വണ്ടിയുടെ ഒരു ക്ലാസ് ലുക്ക് വിടാതെ എന്തൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുമെന്നും കൂടെ നിങ്ങൾ പറഞ്ഞാൽ അതുപോലെ ചെയ്യാം. എനിക്ക് വളരെ ഉപകാരമായിരിക്കും. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഞാൻ മുഖം കാണിക്കുന്നില്ല, അധികം നീട്ടുന്നുമില്ല. ഇത്രയാണ് ഇനിഷ്യൽ കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിൽ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, കമൻറ്റായി രേഖപ്പെടുത്തുക. അതൊക്കെ ഞാൻ വെച്ച് അടുത്തൊരു വീഡിയോ വിശദമായിട്ട് ചെയ്യുന്നതായിരിക്കും. എന്നാണെങ്കിലും നെക്സ്റ്റ് ഡേ അമ്മയും കൊണ്ട് എല്ലാ വണ്ടി എടുക്കുമ്പോഴും പോകുന്ന പോലെ കുതിരാനിലേക്ക് ലോങ് ഡ്രൈവ് പോകുന്നുണ്ട്. അപ്പം ക്രൂസ് കൺട്രോളും കൂടെ നോക്കണം, മൈലേജും ഒക്കെ നോക്കണം. അങ്ങനെ അപ്പം എൻ്റെ മുഖം കാണിക്കാതെ ഞാൻ നിങ്ങളുടെ സ്വന്തം SB സൈനിങ് ഓഫ് ഫ്രം ദിസ് നൈറ്റ് ഡ്രൈവ് വ്ലോഗ്.